സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും ആകുന്നു. എബ്രായർ 6:19. ബൈബിൾ പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുന്നത് നാം ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. എബ്രായർ 11 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് പ്രതീക്ഷിപ്പാൻ കഴിയും. ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ പ്രത്യാശിക്കാവുന്ന ഈ ആത്യന്തികമായ നന്മ എന്താണ്? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിനുള്ള വാഗ്ദത്തം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ അവൻ്റെ സമാധാനം, രക്ഷയുടെ ഉറപ്പ്, അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കൽ, ഭാവിയിലെ സ്വർഗീയ ഭവനത്തിൽ ഉറപ്പ് എന്നിവ ഉൾപ്പെടുന്നു. പ്രത്യാശ ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാവുന്ന നമ്മുടെ നങ്കൂരമാകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഉറപ്പും യേശു പ്രദാനം ചെയ്യുന്ന രക്ഷയുമാണ്. ലോകത്തിന് തീർച്ചയായും പ്രത്യാശ ആവശ്യമാണ്. നല്ലതും മോശവുമായ സമയങ്ങളെല്ലാം അവനാണ് അവസാനമാക്കുന്നും നമ്മെ പരാജയപ്പെടുത്തുകയില്ലെന്നും ഉള്ള ദൈവത്തിൻ്റെ സത്യവും ഉറപ്പുമാണ്. നാം അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ തൻ്റെ സമയത്ത് നമുക്കായി എല്ലാം ശരിയാക്കുമെന്ന് നമുക്കറിയാം. ബൈബിൾ നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് പ്രത്യാശ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറയാൻ നിങ്ങൾക്ക് കഴിയുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രാർത്ഥിക്കാൻ. പ്രിയ ദൈവമേ, അങ്ങയിലുള്ള എൻ്റെ പ്രത്യാശ ദൃഢവും സുരക്ഷിതവുമായിരിക്കുന്നു. എൻ്റെ വിശ്വാസം ശക്തമായതുകൊണ്ടല്ല, മറിച്ച് അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ ചെയ്യുവാൻ വിശ്വസനായതുകൊണ്ടാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.